ഹലോ, നമുക്കെല്ലാവർക്കും ഹെൽത്തി ആയിട്ടുള്ള മുടി വേണമെന്ന് നല്ല ആഗ്രഹം ഉണ്ടായിരിക്കും അല്ലേ? അപ്പോൾ കെരാറ്റിൻ പോലൊരു ട്രീറ്റ്മെൻറ്റ് വീട്ടിൽ നമുക്ക് ചെയ്താലോ? അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു ബനാനയാണ് എടുക്കുന്നത്. നല്ല പഴുത്ത ഒരു നേന്ത്രപ്പഴം കേട്ടോ, ഇച്ചിരി മീഡിയം പഴുപ്പാണ് കിട്ടിയിട്ടുള്ളത്. നല്ലോണം അരിയുക. ഇതിന് ശേഷം അതിലേക്ക് കുറച്ച് ചോറ് ഒഴിക്കുക കേട്ടോ. ചോറിടുക, നല്ലോണം വെന്തോട്ട ചോറ് നമുക്ക് അരയ്ക്കാനുള്ളതാണ്. പിന്നെ അതിലേക്ക് 2 വെണ്ടക്കായാണ് ഞാൻ ഇടുന്നത്. പിന്നെ ഞാൻ അരയ്ക്കാൻ വേണ്ടിയിട്ട് അതിലേക്ക് കഞ്ഞിവെള്ളമാണ് ചേർക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് തൈരോ എന്ത് വേണമെങ്കിലും ചേർക്കാം. എനിക്ക് കഞ്ഞിവെള്ളമാണ് കൂടുതൽ എനിക്ക് മുടിക്ക് നന്നായിട്ട് തോന്നാറുള്ളത്. അപ്പം ഞാൻ കഞ്ഞിവെള്ളമാണ് എടുത്തിട്ടുള്ളത്. നല്ലോണം മിക്സ് ആക്കുക. എന്നിട്ട് ഇതുപോലെ നമ്മൾ മുടി കുറച്ച് എടുത്തിട്ട് നമ്മൾ ഇത് അപ്ലൈ ചെയ്തിട്ട് കെട്ടി വെക്കുക. എന്നിട്ട് 20 മിനിറ്റ് കഴിഞ്ഞ് അരമണിക്കൂർ കഴിഞ്ഞിട്ടോ, അതിന് കൂടുതൽ നമ്മൾ തലയിൽ വെക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. എന്നിട്ട് നമ്മൾ കഴുകി കളയണം കേട്ടോ. നല്ല പോലെ എന്താ പറയുക, മുടിയുടെ അറ്റം വരെ നമുക്കിത് അപ്ലൈ ചെയ്യാവുന്നതാണ്. കാരണം വേറെ കെമിക്കലോ കാര്യങ്ങളോ ഒന്നുമില്ലാത്ത ഒരു സംഭവമാണ് കേട്ടോ ഇത്. നമുക്ക് ബനാന ആയാലും അതുപോലെ ചോറായാലും കഞ്ഞിവെള്ളം ആയാലും വെണ്ടക്ക ആയാലും നമ്മുടെ സ്കിന്നിന് നല്ലത് തന്നെയാണ് കേട്ടോ. നമ്മുടെ ഹെയറിന് അത്രത്തോളം ബെനിഫിറ്റ് നൽകുന്ന പ്രോട്ടീനും കാര്യങ്ങളൊക്കെ നൽകുന്ന സംഭവങ്ങളാണ് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ചെയ്യുന്നത് കൊണ്ട് ഒരു പ്രശ്നവുമില്ല. കാരണം അത്ര അധികം ചിലവൊന്നും വരുന്നില്ല. ഇപ്പോൾ തൽക്കാലത്തിന് നമുക്ക് ചോറ് മാത്രമേ കിട്ടണുള്ളൂ എന്നുണ്ടെങ്കിൽ ചോറും വെണ്ടക്കായും കഞ്ഞിവെള്ളം ആയാലും മതി കേട്ടോ. നമുക്ക് അസലായിട്ട് നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ്. എന്നിട്ട് എന്താ പറയുക, മുകളിലേക്ക് കെട്ടിവെക്കുക. നല്ല പോലെ എന്താ പറയുക കെട്ടിവെക്കുക, അല്ലെങ്കിൽ അതിങ്ങനെ അഴിഞ്ഞു പോരാൻ ചാൻസ് ഉണ്ട്. കാരണം ഇതിങ്ങനെ എന്താ പറയുക, ഒരു കൊഴുകൊഴുപ്പുള്ളൊരു മിശ്രിതമാണ്, അതുകൊണ്ട് കേട്ടോ. പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് അരിച്ചിട്ട് ഉപയോഗിക്കാം. ഞാനിത് അരിച്ചിട്ടില്ലാന്നേ ഉള്ളൂ. കാരണം എനിക്ക് എൻ്റെ മുടിയിൽ നിന്ന് പെട്ടെന്ന് ഇത് കൊഴിഞ്ഞു പോകും. നമ്മൾ നല്ല വിടവുള്ള കോമ്പൗണ്ട് നമ്മൾ ചീവി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് പോകുന്നതുമാണ് കേട്ടോ, അതിൽ പൊടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തന്നെ. അപ്പം പിന്നെ ഞാനിങ്ങനെ അരിച്ചില്ലാന്നേ ഉള്ളൂ. പിന്നെ അരിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. അതാണ് മെയിൻ കാര്യം. നല്ലൊരു കോട്ടൺ തുണി എടുത്തിട്ട് അരിക്കായിരിക്കും കുറച്ചും കൂടി നല്ലത്. നല്ലോണം കെട്ടി വെക്കുക. എന്നിട്ട് ബാക്കിയുള്ളത് നമ്മുടെ തലയിലൊക്കെ അപ്ലൈ ചെയ്യാം കേട്ടോ. ഞാനിത് വോയിസ് ഓവർ ചെയ്യുന്നത് ഈ മൈക്ക് വെച്ച് കഴിഞ്ഞാൽ മൈക്കിൽ ഫുൾ ആവൂലോ എന്ന് കരുതിയിട്ടാണ് വോയിസ് ഓവർ ചെയ്യുന്നത്. വോയിസ് ഓവർ ചെയ്യുന്ന സമയത്താണെങ്കിൽ അപ്പുറത്തുനിന്ന് മുഴുവൻ പണിക്കാരും കേട്ടോ. ഇനി ഉണങ്ങട്ടെ. അപ്പോൾ അതേ കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. ഇതാണ് റിസൾട്ട് എന്ന് പറയുന്നത്. അല്ല നമ്മൾ ഉദ്ദേശിക്കുന്ന കെരാറ്റിൻ നല്ല സ്മൂത്തായിട്ട് എടുക്കുന്ന അങ്ങനത്തെ ഒന്നുമല്ല ഉദ്ദേശിക്കുന്നത്. ഇത് നല്ലൊരു ട്രീറ്റ്മെൻറ്റ് ആണ് നമ്മുടെ ഹെയറിനുള്ളത് കേട്ടോ. അപ്പോൾ പലരും നമ്മുടെ വീഡിയോകളിലൊക്കെ കാണാൻ പറ്റും, നമുക്ക് നല്ല സ്മൂത്തായിട്ട് കിടക്കുന്ന ഹെയറൊക്കെ. അതൊക്കെ ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടുള്ള ഹെയറുകളാണ്. അപ്പോൾ ഞാൻ ട്രീറ്റ്മെൻറ്റ് ഒന്നും ചെയ്തിട്ടില്ല. പക്ഷെ നമ്മുടെ ഹെൽത്തി ആവാനുള്ള എല്ലാ സാധനങ്ങളാണ് ഇപ്പോൾ മുടിക്ക് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ട് നമുക്ക് മുടി ഇരിക്കുന്നതാണ് കേട്ടോ. കണ്ടോ, ഇതുപോലെ നാളത്തേക്കൊക്കെ ആകുമ്പോഴേക്കും നല്ല ഇങ്ങനെ പൊന്തിരിക്കൂലേ, അങ്ങനത്തെ ഒരു അവസ്ഥ വരും കേട്ടോ. ഇന്നിപ്പോൾ കുളിച്ചിട്ട് ഞാൻ ഡ്രയറൊന്നും ഉപയോഗിച്ചിട്ടില്ല, സാധാ ഉണക്കിയിട്ടേ ഉള്ളൂ. അപ്പോൾ അപ്പുറത്തൊക്കെ നല്ല ഡിസ്റ്റർബൻസ് ഉണ്ട്. അപ്പുറത്ത് എന്താ പറയുക, കുറേ പണിക്കാരും ഒക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു സൗണ്ടാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. അപ്പോൾ ഇതാണ് റിസൾട്ട് വന്നിട്ട്. നല്ല കട്ടിയാവും കേട്ടോ നമ്മുടെ മുടി. നമ്മളിങ്ങനെ ഇത് മാസത്തിൽ ഒരു 2 തവണയെങ്കിലും നമ്മൾ 2 ആഴ്ചയിൽ ഒരിക്കൽ അങ്ങനെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നല്ല റിസൾട്ട് ഉണ്ടാവും കേട്ടോ. അതുപോലെ ഞാനൊരു സെറത്തിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്. അതും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അത് ഡെയിലി യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മുടി നല്ല ഹെൽത്തി ആയിട്ട് വളരും കേട്ടോ. അപ്പോൾ ഇത്രയുള്ള എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം കേട്ടോ. തെറ്റാ.